നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇന്ന് വരെ നമ്മൾ ഒരുമിച്ചല്ലാതെ ഉറങ്ങിയിട്ടുണ്ടോ? ഒരു ദിവസമെങ്കിലും? പിന്നെ ഇപ്പൊ തനിക്ക് അസുഖം വന്നോണ്ട് ഞാൻ ഗസ്റ്റ് റൂമിൽ പോയി കിടക്കണമെന്നാണോ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. എന്തുപറ്റി? എന്താ എന്താ ഇവിടെ? അച്ഛാ, എന്തിനാ എല്ലാരും ഇങ്ങനെ പേടിക്കുന്നത്? ഇത് പുതിയ കാര്യമൊന്നും അല്ലല്ലോ. സ്നേഹ കുളിച്ചു കയറിയപ്പോ അതെനിക്ക് പകർന്നു, അത്രേ ഉള്ളൂ. എല്ലാരും പൊയ്ക്കോളൂ. ഇനി കുറച്ച് ദിവസത്തേക്ക് ഈ മുറിയിൽ ഞാൻ ഒറ്റയ്ക്ക് മതി. മോളെ, നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോവാം. അത് കൊള്ളാം. സ്നേഹയ്ക്ക് അസുഖം വന്നപ്പോ അവളെ ആശുപത്രി കൊണ്ടുപോവാതെ എനിക്ക് വന്നപ്പോ ആശുപത്രി പോവാനും അതിന്റെ ഒന്നും ആവശ്യമില്ല അച്ഛാ. ആതിരെ, കുറച്ച് ദിവസത്തേക്ക് കുഞ്ഞിന്റെ കാര്യം നീ ഒന്ന് നോക്കണേ. അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു പേടി. കുഞ്ഞിന്റെ കാര്യം ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട, അവളെ ഞാൻ നോക്കോളാം. എന്നാ പിന്നെ എല്ലാരും പോയേ. ഇന്നു മുതല് ഞാൻ ഈ റൂമിലെ മഹാറാണിയാ. എനിക്ക് കഴിക്കാനും കുടിക്കാനും ഉള്ളതൊക്കെ നിങ്ങളിവിടെ എത്തിക്കണം. മോളെ, എന്താ അച്ഛാ? കുറച്ച് ദിവസത്തേക്ക് എനിക്ക് അച്ഛന് മരുന്ന് എടുത്തു തരാൻ പറ്റില്ല, അത്രയല്ലേ ഉള്ളൂ. അത് അനഘ ചെയ്തോളൂ. നിന്നെ ഒരു നേരം ഒന്ന് കണ്ടില്ലെങ്കിൽ പോലും അച്ഛനത് വിഷമം. ഇതിപ്പോ എല്ലാരും കൂടി സംസാരിച്ച് ഇതാകെ സെന്റിയാക്കണ്ട. എല്ലാരും പോയേ. അനഘ, നിന്നോടും കൂടിയേ പറഞ്ഞേ. ഞാനെന്താ മോളെ എടുക്കട്ടെ. വേണ്ട, തൊടണ്ട. ചിലപ്പോ പകരും. ഏയ്, ആ പേടി എനിക്കില്ല. മുമ്പ് എനിക്ക് വന്നിട്ടുള്ളതാ. അന്ന് ഇതുപോലെ ആയിരുന്നില്ല. ആ വേദന ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഒരാൾക്കേ 2 തവണ ചിക്കൻ പോക്സ് വരില്ലടോ. ഇനിയും ആ ഗസ്റ്റ് റൂമിൽ കിടന്നാ മതി. ഓഫീസിൽ പോണ്ടതല്ലേ. ഇന്നു മുതൽ തന്റെ അസുഖം മാറുന്നതുവരെ ഞാൻ ഓഫീസിൽ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. എന്നെ നോക്കാൻ വേണ്ടി വെറുതെ ഓഫീസിൽ പോവാതിരിക്കണ്ട. എനിക്കുള്ള ഭക്ഷണവും വെള്ളവും മുറിയുടെ വാതിൽക്കൽ വെച്ചാ മതി, ഞാൻ എടുത്തോളാം. മരുന്ന് കഴിച്ച് ഒരാഴ്ച റെസ്റ്റ് എടുത്താ ഇതങ്ങ് മാറിക്കോളൂ.
നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇന്ന് വരെ നമ്മൾ ഒരുമിച്ചല്ലാതെ ഉറങ്ങിയിട്ടുണ്ടോ ഒരു ദിവസമെങ്കിലും? പിന്നെ ഇപ്പൊ തനിക്ക് അസുഖം വന്നോണ്ട് ഞാൻ ഗസ്റ്റ് റൂമിൽ പോയി കിടക്കണമെന്നാണോ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. താനിപ്പോ ഒന്നും ഉദ്ദേശിക്കണ്ട. ഇനി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. താൻ വന്നേ, റൂമിൽ ഇരിക്കും. വാ വാ. ഇവിടെ ഇരിക്കും. ചായ തണുത്തുപോയി, ഞാൻ വേറെ കൊണ്ടുവരാം. വേണ്ട, അതിങ്ങ് തന്നാ മതി. സത്യമാണോ? എന്താ നിന്റെ ഉദ്ദേശം? മരണവെപ്രാളം പിടിച്ച് നീ എങ്ങോട്ടേ ഓടുന്നു? മാറി നിക്ക്, എനിക്ക് അർച്ചനയെടുത്തി കാണണം. നീ പോയി എഴുന്നള്ളിച്ച് കൊണ്ടുവന്നായിരിക്കും ഇവളെ, അല്ലേ? അതെ, ഞാൻ തന്നെ വിളിച്ചോണ്ട് വന്നത്. ഇത്രയും നേരമായിട്ട് നിങ്ങൾ ആ മുറിയിലേക്ക് കയറിയില്ലല്ലോ. ഹാ, നിനക്ക് ഭ്രാന്തുണ്ടോ? അസുഖം മാറി ഇവളൊന്ന് കുളിച്ചല്ലേ ഉള്ളൂ. ചിക്കൻ ബോക്സ് ബാധിച്ച് ഒരുത്തിയാ ആ മുറി കിടക്കുന്നത്. പോയ അസുഖം ഇവക്ക് ഇനി തിരിച്ചു വരണം. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഇതും കൂടി ഓർക്കണം രണ്ടുപേരും. എനിക്ക് അസുഖം വന്നപ്പോ എന്നെ രാപ്പകലില്ലാതെ നോക്കിയത് അർച്ചനയെടുത്തിയാ. വേറൊരാളെ ഞാൻ അവിടേക്ക് കണ്ടില്ല. വന്നിരുന്നെങ്കിൽ കാണായിരുന്നു. എനിക്കും ചിക്കൻ ബോക്സ് പിടിപെട്ടേനെ. മര്യാദയ്ക്ക് തിരിച്ചു പോ. ആ ഔട്ട് ഹൗസിൽ എങ്ങാനും പോയിരിക്കേ. അർച്ചനെ ആരെങ്കിലും ഹോസ്പിറ്റലാക്കിക്കോളും. നിങ്ങൾക്ക് കണ്ണീ ചൊരയില്ലേ? സ്നേഹയ്ക്ക് അസുഖം വന്നപ്പോ അർച്ചനേട്ടത്തി അതൊന്നും ഓർത്തില്ലല്ലോ. സ്വന്തം ജീവൻ പോലും പണയം വെച്ചല്ലേ സ്നേഹ അർച്ചനേട്ടത്തി നോക്കിയത്. ഇവൾക്ക് അസുഖം വന്നപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യാൻ ഞാൻ എല്ലാവരോടും പറഞ്ഞു. ആരും കേട്ടില്ല. എന്നിട്ടിപ്പോ എന്തായി? അർച്ചനയ്ക്ക് രോഗം പറഞ്ഞില്ലേ? അർച്ചനയെടുത്തിയുടെ രോഗം അവരുടെ തൊലിയുടെ പുറത്താ. നിങ്ങൾക്ക് ചിക്കൻ ബോക്സ് പിടിപെട്ടിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിനകത്താ. ഞാനൊരു പാവയല്ല. കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള ശേഷി എനിക്കുണ്ട്. എനിക്ക് ചിക്കൻ ബോക്സ് വന്നപ്പോഴാ നിങ്ങളുടെയൊക്കെ യഥാർത്ഥ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞത്. ഒരു ദിവസം ഫോണിൽ പോലും ഒന്ന് വിളിച്ചു ചോദിച്ചിട്ടില്ലല്ലോ. ഫോണിൽ കൂടി രോഗം പകരുമെന്ന് ആരെങ്കിലും പറഞ്ഞു കാണും. പാവ അർച്ചനയെടുത്തി എനിക്ക് വേണ്ടി എന്ത് കഷ്ടപ്പെട്ടു എന്നറിയോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.